ഹേയ് ഗായ്സ് വാട്ട്സ്ആപ്പ്. അപ്പം നമുക്കിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു പാർക്കിൽ പോകാം. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 2 ഫ്രണ്ട്സ് വരും, ഒന്ന് കൊച്ചുവനും ഒന്ന് കണ്ണനും. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആ പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക, കുറച്ച് അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്യുക, പിന്നെ അവിടുത്തെ കുറേ പഴയ കാര്യങ്ങൾ സംസാരിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി ഇതേപോലെ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ പാർക്കിൽ പോവുക, പാർക്കിൽ നിന്ന് അവരെ മീറ്റ് ചെയ്യുക, പിന്നെ അവരോട് വെയിറ്റ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞാനും കൊച്ചുവനും നന്നും കൂടി അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കൊച്ചുവിന് വിശക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെയും കൊണ്ട് നമ്മൾ നേരെ എവിടെ പോവാടാ നമുക്ക്. അങ്ങനെ നമ്മൾ റഷ്ദിയിൽ വന്നിട്ട് ഫുഡ് യാർഡുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് കഴിക്കണം. നമുക്ക് തലശ്ശേരി പോയല്ലോ അളിയ. അപ്പോൾ നമുക്ക് തലശ്ശേരി പോവാം. തലശ്ശേരി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് തലശ്ശേരി പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ചു നോക്കണം. നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും അല്ലേ വന്നത് നമ്മൾ, പക്ഷേ ഇവന് ഭയങ്കര വിശപ്പന്ന്. ഇവൻ രാത്രി ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ. പാവം ചെക്കൻ. അപ്പം അതേപോലെ അതുകൊണ്ട് നമുക്ക് തലശ്ശേരി കയറിയിട്ട് ഫുഡ് കഴിക്കാം. നല്ല ഊണ് കഴിക്കാൻ പറയടാ. അപ്പം നമുക്ക് ഊണ് കഴിക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് 2 മീൽസ് ഓർഡർ ചെയ്യാൻ സുഹൃത്തുക്കളെ. ഇപ്പം 3 ഊണ് ഓർഡർ ചെയ്യാം, എന്നിട്ട് നമുക്ക് കഴിച്ചു. ഇത് ചെറിയൊരു ഷോപ്പാണ്, അടിപൊളി. ഞാൻ ഷോപ്പിൻ്റെ ഇതൊന്നും കാണിച്ചു തരുന്നില്ല, പിന്നെ ഞാൻ കഴിക്കുന്ന കാണിച്ചു തരാം. എന്നിട്ട് കൊള്ളാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ലൊക്കേഷൻ ഇട്ട് തരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 12:30 കഴിഞ്ഞാലേ അവർ ഊണ് റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ 12:15 കറക്റ്റ് അല്ല, സോറി കേട്ടോ, 12 മണി ആവാൻ പോണേ ഉള്ളൂ കേട്ടോ. 12 മണി ആവാൻ പോണേ ഉള്ളു. 12:30 ആയാലും അവർ ഊണ് റെഡി ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഇവിടെ ഒരു ഫുഡ് യാർഡ് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഊണ് റെഡിയായി നോക്കാം, എങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് യാർഡിൽ നമ്മൾ പോയി, അവിടെ ഊണില്ല, അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ. അത് മിഷൻ ഫെയിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ചൊന്ന് നടന്നിട്ട് അപ്പോൾ ഗൈസ്, അപ്പോൾ ഊണ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവാം, വേറൊരു ഷോപ്പ് നമുക്ക് തപ്പാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്ന് വേറൊരു കടയിൽ വന്ന്, പക്ഷെ ഇവിടെയൊന്നും ഇല്ല, ഇവിടെ വേറെ കടയൊന്നും ഇല്ല. മൊത്തത്തിൽ വരും അവസ്ഥയാണ്. എന്തായാലും ഊണ് നമുക്ക് കഴിക്കണം ഗൈസ്. സാധനമാണ് കിടക്കുന്നത്. ഇതെന്താണ് നമ്മളെങ്ങോട്ടാണ് പോണ? ഇത് വണ്ടി എടുക്കാൻ അവിടെ ഇല്ലടാ വണ്ടി. നിങ്ങളിങ്ങനെ നടന്നു പോണ്, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ മിണ്ടാതെ പറഞ്ഞു പോണ്. അയ്യാ, ദുബായ് കഴിച്ച് ഇത് ഓട്ടുണ്ട് കളിക്കുന്നേ. ആ ശരി തന്നെ, അതൊരു നല്ലൊരു പോയിന്റ് ആണല്ലോ. അപ്പൊ നമുക്കിനിയിപ്പോ എന്താ ലുലുവിൽ പോവാം. അല്ലടാ, പാർക്കിൽ നിന്ന് കഴിക്കാം നമുക്ക്. ലുലു ശരി, പാർക്കിൽ കഴിക്കാൻ സെറ്റുണ്ട്. വാ, കഴിക്കണം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ലുലു പോയി അവിടെ നിന്ന് നല്ല ഊണും വാങ്ങിച്ചിട്ട് ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ പോയിരുന്ന് കഴിക്കാൻ സുഹൃത്തുക്കളെ. നല്ല വൈബാണ്. നമുക്ക് നേരെ ലുലുവിലേക്ക് പോവാം. നമ്മൾ ലുലുവിലേക്ക് എത്തി സുഹൃത്തുക്കളെ. അങ്ങനെ ഇനിയിപ്പം ലുലുവിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കണം അവിടെ വല്ല ഊണുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കുക. നേരെ നമുക്ക് നൂറിലുണ്ടാ, നൂറിലും ഇതിലും ഉണ്ട്, തലഭാഗത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ലുലുവിനകത്ത് കയറിയിട്ട് നോക്കാം എന്താവുമെന്നോ. ഊണുണ്ടെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ 12 കാലമായല്ലോ. നോക്കാം, നമുക്ക് നേരെ അകത്തേക്ക് പോയിട്ട് ഊണ് ഉണ്ടാന്ന് നോക്കാം. JBLൻ്റെ ഒരു പുളി സാധനം ഇരിക്കുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, എത്ര വില? 1299 ദിർഹംസ്. എന്ത് സാധനമാണ്! ഓ മൈ ഗോഡ്. ഊണ് കിട്ടിയില്ല സുഹൃത്തുക്കളെ, അവിടെ ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഊണ് കിട്ടിയില്ല, അങ്ങനെ നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിലോട്ട് കയറി ഒന്ന് മൊബൈൽ ഷോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കാൻ.
അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് എവിടെയെങ്കിലും ഊണ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. മായ ഇവിടെ പോയിട്ട് കയറും തേങ്ങയും മഴയൊക്കെയുണ്ട്. നമുക്ക് എത്ര വില ഓഫുണ്ട്? എത്ര? 4000 അത്രയൊന്നും ഇല്ലടാ, ഇത് കൂടുതലോ. നമ്മൾ വീണ്ടും നിരാശരായി വീണ്ടും പുറത്തേക്ക് പോകേണ്ട സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഒരുപാട് ഷോപ്പിൽ പോയിട്ട് ലാസ്റ്റ് നമുക്കൊരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഇത് കണക്ക് ഫുഡ് ഊണുണ്ടെന്ന് പറയാൻ ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു. ഊണുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ കയറിയിട്ട് കഴിക്കാം. ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഈ സമയത്ത് എല്ലാ ദിവസവും മിക്ക സ്ഥലങ്ങളിലും ബിരിയാണി ആയിരിക്കും, ലോക്കൽ സ്ഥലങ്ങളിൽ, കാരണം ഞായറാഴ്ചയല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ഇതാ റഷിദിയ പാലസ് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഊണ് ഓർഡർ ചെയ്ത് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല, അറ്റ്മോസ്ഫിയർ സൂപ്പറാണ് കേട്ടോ. പിന്നെ പറയുവാണെങ്കിൽ ഞാൻ വിചാരിച്ച് നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പാർക്കിൽ പോയി കഴിക്കാം. അപ്പോൾ കൊച്ചും പറയാം വേണ്ട നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം, കറികളൊക്കെ കൂടുതൽ കഴിക്കണമായിരിക്കും. അങ്ങനെ പറയണ മുതലാണ് ഇവ. കറികളൊക്കെ കുറച്ച് കിട്ടുള്ളൂ. എനിക്ക് നീ അധികം ലൈറ്റ് ഇടണ്ട, അവനെ വേണ്ടി ചടിക്കും. അപ്പോൾ നമുക്ക് 2 ഊണ് ഓർഡർ ചെയ്യാൻ സുഹൃത്തുക്കളെ. കണ്ടിട്ട് അടിപൊളി സ്ഥലമാണെന്നാണൊക്കെ തോന്നണം. എന്തായാലും ഇതൊക്കെ കണ്ടാൽ എനിക്ക് ഒരു ഷോപ്പിൻ്റെ അകവും കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നണം. എന്തായാലും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചോളാം. അങ്ങനെ ഇലകളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇല ഇട്ടിട്ടുണ്ട്. നമുക്കിനിയിപ്പം മീൻ കുറച്ച് ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അല്ലാതെ കുറച്ച് ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞ മാന്തള് അല്ല കൂന്തള് അങ്ങനെ നമുക്ക് ഒരു മെനു കിട്ടിയിട്ടുണ്ട്. കിട്ടിച്ച മെനു അളിയെ ഓപ്പൺ ആക്കി അളിയെ കൊച്ചു പൊളി മെനു അല്ലേ. സോ ചട്ടി മീൻ കറിയാണ്. ഫിഷ് ചട്ടിക്കറി ഉണ്ടോ? ചട്ടി കിട്ടും കൊണ്ടുപോകാം. എന്തുവാടാ ഉള്ളൂ എൻ്റെ അമ്മ. ഫിഷ് എന്തോന്ന്? ഫിഷ് ആപ്പോ കറിയാ എന്തോന്നാ അറിയില്ല. അപ്പം നമുക്ക് നേരെ കുറച്ച് അച്ചാർ വയ്ക്കുന്നു. പുളിയിഞ്ചിയൊക്കെ വെച്ച് മുളക് വെച്ച് എനിക്ക് വെച്ച് കഴിച്ചു. ഇതെന്താ ഇഞ്ചിക്കറിയാണ്? അരവണയാണ് ഞാൻ കണ്ടിട്ട് അല്ലേ? കടുംബായി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുവരും. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഞ്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം എവിടെയാ? മണിച്ചേട്ടൻ്റെ ആണ്. ഇഞ്ചിയാണ് ഇത്. ഇഞ്ചി സൂപ്പർ കേട്ടാ ഗൈസ്. സന്തോഷം കൊണ്ടുപോയി. അല്ലെങ്കിൽ എനിക്ക് ഇവന്മാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ലടാ കൊച്ചു, വല്ലാത്തൊരു എനർജിയാണ് ഗൈസ്. അതെ അയ്യോ ആണ് ഗൈസ്. ഓരം വെച്ചു. ഇതെന്തുവാ? അവിയൽ, ചമ്മന്തി, മാങ്ങാച്ച അല്ല നാരങ്ങ ചമ്മന്തി, അവിയൽ, ബീട്രൂട്ട് തോരൻ, കിച്ചടി. കട പ്രൊമോഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ സാമ്പാറും ഫിഷ് കറി ഒഴിച്ചോ. ഇവിടെ സാമ്പാർ വെച്ചോ, പിന്നെ ഫിഷ് കറി ഒഴിച്ചോ. ഫിഷ് കറി നിങ്ങൾക്ക് ഫിഷ് കറി തരില്ല. സാധനം കാണാനാക്കിയ സെറ്റല്ലേ? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നമുക്ക് ആദ്യം ഫിഷ് കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഫിഷ് കറി മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അമ്മ സൂപ്പർ സാധനം. സൂപ്പർ സാമ്പാർ ടേസ്റ്റ് ചെയ്ത് ചില്ലി മീൻ, കരിമീൻ, കിങ് ഫിഷ്. അങ്ങനെ നമ്മൾ കുറച്ച് അവിയലെടുക്കുക. പിന്നെ ഞാനൊരു അയല ഫ്രൈ വാങ്ങിച്ച് കുറച്ച് ഏതാണ് ഇത് കരിമീൻ. അവനും കരിമീൻ എടുത്ത് ഞാൻ അയലയും എടുത്ത. അപ്പം നമുക്ക് കുറച്ച് അവിയലും കൂട്ടി അവിയലോട്ട് രക്ഷയില്ല. സാമ്പാറും സൂപ്പർ കേട്ടോ. കറക്റ്റ് വീട്ടിലുണ്ടാക്കി കിട്ടുന്ന സാധനം. നമുക്ക് മീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ മീൻ കൊള്ളാം കേട്ടോ. പിന്നെ ഞാൻ കഴിച്ചിട്ട് എന്നിട്ട് ഇതിൻ്റെ പറ്റി അഭിപ്രായം ഞാൻ പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഊണെല്ലാം ഫിനിഷ് ചെയ്ത് സൂപ്പർ ഊണ്. അപ്പോൾ ഞാൻ ബാക്കി ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 3 ലൈറ്റുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇതാണ് കേട്ടോ ആ ഹോട്ടൽ. ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. കൊള്ളാം. എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്ര 63 ദറംസ് ആയിട്ടുണ്ട്. 63 ദറംസ് നമ്മളെന്തോ 2 കരിമീനും പിന്നെ ഒരു അയല ഫ്രൈയും വാങ്ങിച്ച്. പിന്നെ ഊണിന് 10.50 ബിൽസേ ഉള്ളൂ. നല്ല ഊണാണ്. ഞാൻ ഒരു തവണ കരാമയിൽ പോയി കഴിച്ച്. എൻ്റെ മോനെ അന്ന് എത്ര 53 ആകാണ്ടായി 2 പേര് കഴിച്ചപ്പം. പക്ഷേ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. എനിക്ക് അന്ന് പൊളിഞ്ഞതാ. ഊണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്, നമ്മൾ ടൈമും വേസ്റ്റ് ചെയ്ത് ഫുഡും കുളം. പക്ഷെ അതിനെ ഉപേക്ഷിച്ച് സൂപ്പർ ഊണ് കഴിച്ചു. സൂപ്പർ ഊണും നല്ല മീൻ ഫ്രൈ ഒക്കെയാണ്. പിന്നെ നിങ്ങളിവിടെ വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്താണ് സെൻട്രൽ പോയിൻറ്റ്. സെൻട്രൽ പോയിൻറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ഫുഡൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ വരിക. തൊട്ടടുത്താണ് സെൻട്രൽ പോയിൻറ്റ്, തൊട്ടടുത്താണിത്. അപ്പോൾ ഇവിടെ ഒന്ന് കഴിക്കുക. കഴിച്ചിട്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. നല്ല ഫുഡാണ് സുഹൃത്തുക്കളെ. നല്ല കണ്ട സൂപ്പർ അല്ലടാ? സൂപ്പർ അല്ലേ? അപ്പോൾ അടിപൊളിയാണ്. പിന്നെ അതേപോലെ ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ പാർക്കിലേക്കാണ് പോകണം. അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് പോവാം. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഞായറാഴ്ച ദിവസം നല്ലൊരു ഊണ്, നല്ലൊരു കറക്കം കറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഈ പറഞ്ഞ ടെൻഷനും പ്രഷറും എല്ലാം മറന്നു. പിന്നെ ഇവന്മാരെ കൂടെ വരുമ്പോൾ ഉള്ള വൈബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത എനർജി ഫുള്ള് നമുക്ക് കയറും. നമുക്കല്ലേ ഇനി അല്ലടാ, അതൊരു പ്രത്യേക വൈബാണ്. അത് നമ്മൾ ചെറുതിലെ തൊട്ട് എന്താ പറയുക, നമ്മൾ ഒത്ത് കളിച്ച് വളർന്നുകൊണ്ടായിരിക്കും അങ്ങനെ ആവാം. എന്തോന്ന് രാവിലെ പോകണം. നമ്മൾ പാർക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സെൻട്രൽ പോയിൻ്റ് അതിൽ ഇങ്ങനെ നടന്ന് പാർക്കിലോട്ട് പോവുകയാണ്. വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് കോയിൻ ഇട്ട് പാർക്കിംഗ് പേ ചെയ്യണം. അതൊക്കെ ഓട്ടോമാറ്റിക്കാണ്, ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അതിൽ കോയിൻ ഇട്ടിട്ട് നമ്മുടെ ഈ ഏരിയയിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ എൻ്റർ ചെയ്യുക, നമ്മളെ വണ്ടിയുടെ നമ്പറും അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് പേ ആവും. കോയിൻ ഇടുക. 2 ദറംസ് ഇട്ട് കഴിഞ്ഞാൽ 1 അവർ പാർക്ക് ചെയ്യാം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും നമുക്ക്. അങ്ങനെയൊക്കെ കുറേ പരിപാടിയുണ്ട് ഇവിടെ. ഇതാണ് ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ, ദുബായിയുടെ സെൻട്രൽ പോയിന്റ്. ഇതങ്ങനെ നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ പാർക്കിൽ വന്നിട്ട് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാർക്ക് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ട്, എൻ്റെ മുന്നേ വീഡിയോസിലെ കൊണ്ട് പാർക്ക്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകണം. അപ്പോൾ കുറച്ച് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് എവിടെ അല്ലടാ അവർ മറ്റേ വെള്ളമോ കാര്യങ്ങളൊക്കെ